ട്യൂഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കുട്ടികൾ അവിടെ കറക്റ്റായിട്ട് അടങ്ങി ഒതുങ്ങി പഠിച്ചിരുന്നോളും. പക്ഷെ ഓൺലൈനിൽ നിങ്ങൾ നോക്കി നോക്കൂ, എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാം, സിനിമ കാണാം, ഗെയിം കാണാം, ഒക്കെ ഇല്ല. അത്രയും ഡ്രോബാക്സ് ഉള്ള ഈ ഒരു പ്രോഗ്രാമിന് എന്തിനു ചേർക്കണം? അതിലാറൊക്കെ എത്ര ബെറ്റർ അല്ലേ ട്യൂഷന് പുറമെ ഈ ഒളിമ്പ്യാഡ് പോലുള്ള എക്സാം എഴുതാനേ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ വേറെ കൊടുക്കണ്ടേ? ഇതൊത്തിരി വരുമ്പോൾ ഒരു സാധാരണ കോമൺ മാനെ കൊണ്ട് താങ്ങുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നായിക്കോട്ടെ, സംഭവം ഒക്കെ ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ സാറേ. പക്ഷേ റിസൾട്ട് ഉണ്ടോ? അതാണല്ലോ മെയിൻ. നിങ്ങൾക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിനെ എക്സാം വേയിൽ ചേർക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടി വരിക? ഞാൻ സാറേ ട്യൂഷൻ തന്നെ കുട്ടിനെ പഠിപ്പിക്കും. നമ്മുടെ നാട്ടിലെ ഇഷ്ടം പോലെ നല്ല ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അവിടുത്തെ കുട്ടികളൊക്കെ A+, A1 ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇപ്പോൾ ഒരു എക്സാം വഴി? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുന്നതേ നല്ല കാര്യമാണ്. പക്ഷേ അത് ആകെ +1 +2ന്റെ അഡ്മിഷന് വേണ്ടി മാത്രമേ ഉപകാരമുള്ളൂ. നമുക്കൊരു നീറ്റ് എഴുതിനോടത്തോ അല്ലെങ്കിൽ ഒരു JEE എക്സാം എഴുതിനോടത്തോ ഒരു കോമ്പറ്റീഷൻ എക്സാമിന് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ A+ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാം വൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. നീറ്റും JEE +1 +2 തുടങ്ങിയാൽ പോരെ? ഈ ചെറിയ കുട്ടികൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നവരെ ഇപ്പൊ തന്നെ ഇതിനെ തുടങ്ങേണ്ട ആവശ്യം? അത് അപ്പം നോക്കിയാൽ പോരെ? നമ്മൾ നേരത്തെ തുടങ്ങിയാലാണ് എന്ത് ചെയ്യുക, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഒക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, ഇവർ കോമ്പറ്റീഷൻ എക്സാം എഴുതിനോട്ട് എത്തുള്ളൂ. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ സ്കൂളത്തെ എക്സാം എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചെയ്താലേ അറിയുള്ളൂ. അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറിയില്ല, അവർക്ക് റാങ്ക് സിസ്റ്റം അറിയില്ല, അവർക്ക് നെഗറ്റീവ് മാർക്ക് അറിയില്ല. ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എക്സാം ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഉണ്ടാവും, നല്ല ലെവലായിട്ടുണ്ടാകും. അവരൊരു കോമ്പറ്റീഷൻ എക്സാം എഴുതാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാകും. ട്യൂഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കുട്ടികൾ അവിടെ കറക്റ്റായിട്ട് അടങ്ങി ഒതുങ്ങി പഠിച്ചിരുന്നോളും. പക്ഷെ ഓൺലൈനിൽ നിങ്ങൾ നോക്കി നോക്കൂ, എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാം, സിനിമ കാണാം, ഗെയിം കാണാം, ഒക്കെ ഇല്ല. അത്രയും ഡ്രോബാക്സ് ഉള്ള ഈ ഒരു പ്രോഗ്രാമിന് എന്തിനു ചേർക്കണം? അതിലാറൊക്കെ എത്ര ബെറ്റർ അല്ലേ ട്യൂഷന്? ഓൺലൈൻ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. നമ്മളൊരു പേഴ്സണലൈസ്ഡ് നമുക്ക് കുട്ടി എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ കഴിവനുസരിച്ച് അവൻ്റെ സ്കിൽ അനുസരിച്ച്. ചിലർ സ്ലോ ലേണേഴ്സ് ഉണ്ടാവും, അവർക്ക് വേണമെങ്കിൽ 2 ടൈം ക്ലാസ് കാണാം. ഇനി അതല്ല ഫാസ്റ്റ് ലേണേഴ്സ് ഉണ്ടാവും, അവർക്ക് വേണമെങ്കിൽ വേഗത്തിൽ ക്ലാസ് കണ്ടുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാനെടുത്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ കുറച്ചും കൂടി ബെറ്റർ ആകാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ, അതിനാണ് നമ്മുടെ മെന്റർഷിപ്പ്. കാരണം നമ്മൾ മെന്റേഴ്സ് അവരെ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ക്ലാസ് കണ്ടോ, അവർ എക്സാം എഴുതിയോ, അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് അവർ മാത്രം ഫോളോ ചെയ്യല്ല, ആ കാര്യങ്ങൾ നമ്മുടെ പാരൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുമ്പോഴുള്ള ഡിസ്ട്രാക്ഷൻസിന് എന്തില്ല, അവിടെ സ്കോപ്പ് ഇല്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നല്ല ഫാക്കൽറ്റീസ്, അത് നമ്മൾ എക്സാം വേണ്ടി ഫാക്കൽറ്റീസ് മാത്രമല്ല, നമ്മൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുമാരായിട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ രംഗത്തൊക്കെയുള്ള വളരെ വലിയ ഫാക്കൽറ്റീസിനെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ സെഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ രംഗത്ത് കുട്ടികളെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് തന്നെ എക്സാം വൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ഇത്രയും കാലം നിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ സാറേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ഞാൻ എങ്ങനെ അഷ്വർ ചെയ്യും? എനിക്ക് എൻ്റെ നാട്ടിൽ പേഴ്സണലി അറിയാവുന്ന ടീച്ചേഴ്സ്, മാഷ്മാര് എല്ലാവരും എടുക്കുമ്പോൾ എനിക്കത് ഉറപ്പിക്കാം, നല്ല ടീച്ചേഴ്സാണ്, എനിക്ക് പേഴ്സണലി അറിയുന്നവരാ. പക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഞാൻ എങ്ങനെ ഉറപ്പിക്കും? അവിടെയാണ് എക്സാം വൈ ലേണിംഗിന്റെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ട്യൂഷൻ സെന്റർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നല്ല ടീച്ചേഴ്സാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് NIT നിന്ന് പാസ്സായ, IIT നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അതേപോലെ ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും അതുപോലെ ഏതെങ്കിലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഫാക്കൽറ്റീസ് മാത്രം എക്സാം വായിക്കുള്ളൂ. ഇത് നമുക്ക് ഒരു ട്യൂഷൻ സെന്ററിലും എന്ത് ചെയ്യില്ല, കിട്ടൂല. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ട്യൂഷൻ എന്ന് പറയുമ്പോൾ സ്കൂൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ പഠിപ്പിക്കണമല്ലോ ട്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് പഠിപ്പിക്കുമ്പോൾ അവർ കോമ്പറ്റീഷൻ എക്സാം ഓൾറെഡി ക്രാക്ക് ചെയ്ത ഫാക്കൽറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ തിയറി മാത്രമല്ല ഏറ്റവും ടോപ്പ് ആവുക, നേരെ മറിച്ച് പ്രാക്ടിക്കൽ ആയിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ എക്സാം എഴുതുക എന്നുള്ളത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാക്കൽറ്റീസ് മുഖേന കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മളെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ശരിയാവും? ഇത്രയും കുട്ടികൾക്കുള്ള ഡൗട്ട് ഈ ഫാക്കൽറ്റീസ്, ഈ കുറഞ്ഞ ഫാക്കൽറ്റീസ് എല്ലാവരും കവർ ചെയ്യാൻ പറ്റുമോ? ഒരു കുട്ടിയുടെ ഡൗട്ട് മാത്രം അല്ലെങ്കിൽ ഓരോ സിംഗിൾ കുട്ടിയുടെ അട്രാക്ഷൻ ഈ ഇത്രയും നല്ല ഫാക്കൽറ്റീസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനാണ് നമ്മളെ മെന്റർ നമ്മളെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടിക്ക് ഒരു ഡൗട്ട് വന്നു എന്ന് വിചാരിച്ചോ, അവരാദ്യം മെന്റേഴ്സിനോട് ചോദിക്കും, ചോദിച്ചെന്ന് വിചാരിച്ചോ, നമ്മളെ ഫാക്കൽറ്റീസിന് എന്ത് ചെയ്യും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വിത്തിൻ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട്
നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരു കുട്ടിയുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടും. മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ ട്യൂഷനിൽ ആ കുട്ടിക്ക് ട്യൂഷൻ ഉള്ള സമയത്ത് മാത്രമേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഫാക്കൽറ്റീസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതാത് പഠിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു പോസിറ്റീവ്. ട്യൂഷന് പുറമെ ഈ ഒളിമ്പ്യാഡ് പോലുള്ള എക്സാം എഴുതാനേ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ വേറെ കൊടുക്കണ്ടേ? ഇതൊത്തിരി വരുമ്പോൾ ഒരു സാധാരണ കോമൺ മാനെ കൊണ്ട് താങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എക്സാം വൈ ലേണിംഗിൽ നമുക്കറിയാം ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ട്യൂഷനേക്കാളും കൂടുതൽ ഫീസ് ഉണ്ട്. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ മെന്റർഷിപ്പും നമ്മുടെ മെറ്റീരിയൽസും നമ്മുടെ അടിപൊളി ഫാക്കൽറ്റീസും ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫീസ് ഉള്ളത്. അതൊരിക്കലും ട്യൂഷൻ സെന്ററിന്റെ സെയിം ഫീസ് ആവില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ NMMS ആവട്ടെ, USS ആവട്ടെ, ഇപ്പൊ നമ്മുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞു. ഇങ്ങനത്തെ ഏത് എക്സാമിനാണെങ്കിലും സ്കൂൾ ആകട്ടെ, അവിടെയൊക്കെ എന്ത് ചെയ്യും, ട്യൂഷൻ സെന്ററിലൊക്കെ ഒരു എക്സ്ട്രാ ബാച്ച് വെച്ചുകൊണ്ട് അവരിൽ നിന്നും എക്സ്ട്രാ ഫീസ് വാങ്ങിക്കും. എക്സാം വൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അങ്ങനത്തെ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമേ ഇല്ല. മാത്രവുമല്ല, അതെല്ലാം നമ്മുടെ ഓൾറെഡി ഉള്ള ഈ ഫീസിൽ എന്താണ് ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഒരു എക്സ്ട്രാ പേയ്മെന്റ് ഒരു കാരണവശാലും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ എന്ത് ചെയ്യേണ്ട, ഒരു കുട്ടിയോ പാരന്റോ ചെലവഴിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മളെ പോസിറ്റീവാണ്. നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ ഒരു നെഗറ്റീവ് കൂടിയാണ്. എക്സ്ട്രാ പേയ്മെന്റ് വേണ്ട, അല്ലാതെ തന്നെ ഫീസ് ഒരു കോമൺ മാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ? അല്ലല്ലോ. നിങ്ങൾ സ്കോളർഷിപ്പോ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസസ് ആയിട്ട് എന്തെങ്കിലും കൺസിഡറേഷനോ എന്തെങ്കിലും കൊടുക്കണ്ടോ? തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, എക്സ്പെക്ട് പോലെയുള്ള എക്സാമുകളുണ്ട്, XIQ പോലെയുള്ള എക്സാമുകളുണ്ട്. ഈ പറഞ്ഞ എക്സാമുകളിലൊക്കെ ഏറ്റവും ടോപ്പ് ആയിട്ട് വാങ്ങുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവരുടെ മാർക്കിനനുസരിച്ചുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല, ചില കുട്ടികൾക്ക് അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ചില കുട്ടികളെ, ഇതൊന്നും നമ്മൾ വല്ലാതെ പുറത്ത് പറയലുണ്ടാവില്ല, ഒരുപാട് കുട്ടികൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ എക്സാം വൈ ലേണിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഫീസ് എന്നുള്ളത് എന്തല്ല, ഒരിക്കലും അവിടെ ഒരു പ്രശ്നമല്ല. മാത്രമല്ല, നമ്മൾ പാരന്റ്സ് ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീസ് എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു കുട്ടിക്ക് ഒരിക്കലും ചെയ്യൂല ഫീസ് കൊടുക്കുന്നത് കൊണ്ട് അവന്റെ നമ്മുടെ പൈസ കുറഞ്ഞു എന്നല്ല ആലോചിക്കേണ്ടത്. അവർക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്താനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം പണത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പണം ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൽ റീചാർജ് ചെയ്യാൻ, നമുക്കൊരു ഡ്രസ്സ് വാങ്ങാൻ തന്നെ നമ്മൾ ആയിരക്കണക്കിന് രൂപ പൊട്ടിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ കുറഞ്ഞ ഫീസ് മാത്രമാണ് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷന് ചെലവഴിക്കുന്നുള്ളൂ. ആ രൂപത്തിൽ ഒന്ന് പോസിറ്റീവായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഫീസുകളും ഈ സ്കോളർഷിപ്പുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് താങ്ങാവുന്നതേ ഉള്ളൂ. എന്നായിക്കോട്ടെ, സംഭവം ഒക്കെ ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ സാറേ. പക്ഷേ റിസൾട്ട് ഉണ്ടോ? അതാണല്ലോ മെയിൻ. നിങ്ങൾക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എക്സാം വൈ ലേണിംഗിന്റെ കഴിഞ്ഞ 2-3 വർഷത്തെ റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. എവിടെയാണെങ്കിലും നമ്മുടെ മക്കൾ ടോപ്പാണ്. ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ നമ്മുടെ RMO എക്സാം അല്ലെ, റീജിയണൽ മാത്സ് ഒളിമ്പ്യാഡിൽ ഈ പറഞ്ഞ IOQM എക്സാം എഴുതി കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് പാസ്സായിട്ടുള്ളത്. അതിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് ലെവലാണ് RMO എക്സാം. അതിലേറ്റവും കേരളത്തിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ പൂജാ മോഹൻ നമ്മുടെ ഫൗണ്ടേഷൻ കുട്ടിയാണ്. ഇനി അതല്ല, സ്റ്റേറ്റ് സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മളെ കഴിഞ്ഞ വർഷത്തെ NMM എക്സാമിലെ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള കുട്ടി നഷ്വ നമ്മളെ ഫൗണ്ടേഷൻ കുട്ടിയാണ്. അതുപോലുള്ള നമ്മുടെ NMMS ആവട്ടെ, USS ആവട്ടെ, അതുപോലുള്ള ഒരുപാട് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിൽ നടക്കുന്ന ഒളിമ്പ്യാഡുകളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പാണ്. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ്, കാരണം നമ്മുടെ കുട്ടികളൊക്കെ 8 മുതൽ അല്ലെങ്കിൽ 6 മുതൽ തന്നെ തുടങ്ങി അവരിപ്പോൾ എന്തിട്ടുണ്ടാവും, +1 +2 എത്തേണ്ട സമയമായി. അവർ എഴുതുന്ന നീറ്റ് JEE പോലുള്ള എക്സാമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, NITകൾ പഠിക്കുന്നു, വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട്, അതേപോലെ IITകൾ പഠിക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ മെഡിക്കൽ കോളേജുകൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ തന്നെയാണ്. നമ്മളാണ് റൈറ്റ് വേ എന്നുള്ളത് നമുക്ക് ഇതിനകം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എക്സാം വൈയുടെ ഇത്രയും കാലത്തെ അതിന്റെ റിസൾട്ടിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോ എന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിനെ എക്സാം വൈയിൽ ചേർക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടി വരിക? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു കോംപ്ലിക്കേഷന്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ തന്നെ അതിന്റെ ലിങ്ക് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ വിവരങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വൈ ലേണിംഗിന്റെ ടീം എന്ത് ചെയ്യും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇതിന്റെ കോൺടാക്ട് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്തുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും തീർച്ചയായിട്ടും അന്വേഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് എക്സാം വൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് അതിലൂടെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾക്കും എക്സാം വൈ ലേണിംഗ് കൂടെ ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം സംവിധാനങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളത് പരിചയപ്പെടുത്തി കൊടുക്കുക.
താങ്ക് യു.